മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് ദർശന ശാസ്ത്രാനുസാരം ഒന്ന് ആലോചിച്ചു നോക്കാം. അതിൽ പ്രധാനമായിട്ടും സാഖ്യശാസ്ത്രം 6 അധ്യായങ്ങളായിട്ട് വിഭക്തമാണ്. ആറ് അധ്യായങ്ങളും സൂത്രരൂപത്തിലാണ്. 534 സൂത്രങ്ങളാണ് 6 അധ്യായങ്ങളിലും കൂടി നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ത്രിവിധങ്ങളായിട്ടുള്ള സാംസാരിക താപങ്ങളിൽ നിന്നുള്ള പരിപൂർണമായിട്ടുള്ള മുക്തി. അതിനെയാണ് മാനവ ജീവിതത്തിന്റെ പരമസാഫല്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റു ദർശനങ്ങളെ നമ്മൾ അധ്യയനം ചെയ്യുന്ന സമയത്ത് ഇവിടെ പറയുന്ന ത്രിവിധങ്ങളായ താപങ്ങളെ കൂടാതെ മറ്റു താപങ്ങളെ കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന പോലെയല്ല മറ്റൊരു ഗ്രന്ഥത്തിൽ പറയുക. ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന പോലെ തന്നെയാണ് അടുത്ത ഗ്രന്ഥത്തിലും പറയുന്നതെങ്കിൽ നമുക്ക് ഒരു ഗ്രന്ഥം പോരെ, 2 വേണ്ടല്ലോ. അതാണ് അതിന്റെ യുക്തി. അപ്പൊ ത്രിവിധങ്ങളായ താപങ്ങളെയാണ് ആദി ഭൗതിക താപങ്ങൾ, ആദിദൈവിക താപങ്ങൾ, ആധ്യാത്മികമായിട്ടുള്ള താപങ്ങൾ, അങ്ങനെയാണ് അതിനെ വേർതിരിച്ചിട്ടുള്ളത്. ഈ താപങ്ങളുടെ പേരുകൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് ഗ്രഹിക്കാൻ വളരെ എളുപ്പമാണ്. ഒരിക്കൽ ഡാബർ ഇന്ത്യ ലിമിറ്റഡിന്റെ ഒരു പ്രോഡക്റ്റ് കാണാനിടയായി. ഞാനത് നോക്കിയപ്പോ അതിൽ എഴുതിയിട്ടുണ്ട് ട്രിഫ് ഗോൾ. അപ്പൊ ഞാൻ അതിന്റെ താഴേക്കൊന്ന് വായിച്ചു നോക്കി. അപ്പൊ അതിൽ 2 കാര്യങ്ങൾ അതിൽ മിശ്രണം ചെയ്തിരിക്കുക. അതിലൊന്നാണ് ത്രിഫല. ത്രിഫലയിലെ കടുക്ക, നെല്ലിക്ക, താന്നിക്ക, അതിനെ ചൂർണീകരിച്ച് അതിനെ പൊടിയാക്കിയിട്ട് ആ പൊടി അതിലുണ്ട്. അതുകൂടാതെ ഇസാബ് ഗോൾ എന്ന് പറയുന്നതായിട്ടുള്ള ഉത്തരഭാരതത്തിൽ വളരെ പ്രസിദ്ധമാണ് ഇസാബ് ഗോള്. അതൊരു ധാന്യത്തിന്റെ ഉമിയാണ്. ഉമിയല്ല, ഉമിക്കകത്ത്
ആ ധാന്യത്തെ പൊതിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ തവിട് എന്ന് പറയും, തവിട്. അപ്പൊ ത്രിഫലാചൂർണവും ഈ സബ്ഗോളും അവര് നിശ്ചിതമായ അനുപാതത്തില് കൂട്ടിച്ചേർത്തിരിക്കുക. ആ പ്രോഡക്റ്റിന് പേര് കൊടുത്തു, ത്രിഫലയ്ക്കാണ് ട്രിഫ് എന്ന് വെച്ചിട്ടുള്ളത്. ഈ സബ് ഗോളിന്റെ ഗോൾ ചേർത്തു, ട്രിഫ് ഗോൾ, ട്രിഫ് ഹൈഫൺ ഗോൾ. അപ്പൊ എനിക്ക് ഈ നാമകരണത്തിൽ വലിയ രസം തോന്നി. അപ്പൊ അതേപോലെയാണ് ആധ്യാത്മികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ, അതായത് തന്നെ അധികരിക്കുന്നതാണ് അധ്യാത്മം. അധി പ്ലസ് ആത്മ സംബന്ധിച്ചതാണ് ആധ്യാത്മികം. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം വിവരക്കേടുകൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങളാണ് ആധ്യാത്മിക ദുഃഖങ്ങൾ. ഒരുത്തന്റെ ഉയർച്ച കണ്ടപ്പോ നമുക്ക് അസൂയ തോന്നി. കുറച്ചും കൂടി അസൂയ കടുത്തപ്പോ നമുക്ക് അവനെ ദ്രോഹിക്കണം എന്ന് തോന്നി. അത് കഴിഞ്ഞപ്പോൾ എന്തായി? അവനോട് ഈർഷ്യ തോന്നി. ഒക്കെ ക്രോധത്തിന്റെ രൂപങ്ങളാ. അപ്പൊ അതിനുമില്ല, അയാൾ വല്ല കാരണമാണോ? ഒന്നുമല്ല. നമ്മുടെ അജ്ഞാനമാണ് ആ ക്രോധത്തിനും ഈർഷ്യയ്ക്കും അസൂയയ്ക്കും ദ്രോഹത്തിനുമൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പൊ അസൂയ തോന്നുമ്പോ, ഈർഷ്യ തോന്നുമ്പോ, അവനെ ദ്രോഹിക്കണം എന്ന് തോന്നുമ്പോ, ക്രോധം തോന്നുമ്പോ അയാളത് അറിയണമെന്നില്ല, നമ്മുടെ ഉള്ളിലത്. അപ്പൊ നമുക്ക് പ്രതികൂലമായിട്ടുള്ളതായ ഒരു കെമിസ്ട്രി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയണില്ല അങ്ങനെ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന്. അറിയുമ്പോ മനസ്സിലാക്കിയാലും ആ വികാരം ഉടലെടുക്കുമ്പോ ഈ മനസ്സിലാക്കിയതൊന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല. അപ്പൊ അതുമൂലം നമുക്ക് ഈ ലോകത്ത് വന്ന് ഭവിക്കുന്ന ദുഃഖങ്ങളെ ആധ്യാത്മിക ദുഃഖങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ആധ്യാത്മികമായ ആ ദുഃഖങ്ങളുടെ ശാന്തിക്ക്, അശാന്തി, ആ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം, അത് നമ്മുടെ ലക്ഷ്യത്തിന്റെ 1/3. അതുകൂടാതെ വരുന്ന ദുഃഖങ്ങളാണ് ആധിദൈവിക ദുഃഖങ്ങൾ. അധിദേവം എന്ന് വെച്ചെങ്കിലോ ദിവ്യങ്ങളായ ശക്തികളിൽ നിന്ന് നമുക്ക് നേരിടുന്ന താപങ്ങളാണ് ആധിദൈവിക ദുഃഖങ്ങൾ. ഇപ്പൊ കണ്ണ് വേദനിക്കുന്നു, കണ്ണ് ദേവന, ദിവ്യമാണ് കണ്ണ്. തീവ്രമായിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് നമ്മൾ വല്ലാതെ ആവുക, ഒരു ഇഷ്ടക്കേട് വരണില്ലേ? അതാണ് ദൈവിക ദുഃഖം. ഇടിമിന്നല്,
നിർത്താത്ത മഴ, അകാലം, ശക്തമായ കാറ്റടിച്ച് നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് ആധിദൈവികമായിട്ടുള്ള ദുഃഖങ്ങൾ. അടുത്തത് ആധിഭൗതികങ്ങളാണ്. അതിഭൂതം വെച്ചെങ്കിലോ ഭൂതങ്ങളെ ആശ്രയിച്ച് ഭൂതങ്ങളിൽ നിന്ന് നമുക്കുണ്ടാവുന്നതായിട്ടുള്ള ദുഃഖങ്ങളാണ് ആദിഭൗതിക ദുഃഖങ്ങൾ. കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു, അല്ലെങ്കിൽ ആന കുത്തി, ആന ചവിട്ടി കൊന്നു, ആന വണ്ടി മറിച്ചിട്ടു, പന്നി ഇറങ്ങിയിട്ട് കൃഷി മോശമാക്കി, ഒരാൾക്ക് ദേഷ്യം വന്നപ്പോ നമ്മളെ തല്ലി, ഉറുമ്പ് കടിക്കുക, പാമ്പ് കടിക്കുക, തേള് കടിക്കുക, എട്ടുകാലി വിഷം കൊണ്ട്, അങ്ങനെ ഭൂതങ്ങളിൽ നിന്ന് നമുക്കുണ്ടാവുന്നതായിട്ടുള്ള, പ്രാണികളിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ദുഃഖങ്ങളാണ് ഭൗതിക ദുഃഖങ്ങൾ. അപ്പൊ നമുക്ക് ഏതാണ്ട് ഈ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായ ദുഃഖങ്ങളെ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന് മൂന്നാക്കി തിരിച്ചിട്ട് പറഞ്ഞു. ത്രിവിധ ദുഃഖ ആത്യന്ത നിവൃത്തി. ത്രിവിധ ദുഃഖ അത്യന്ത നിവൃത്തി അത്യന്ത പുരുഷാർത്ഥ. പുരുഷാർത്ഥ എന്ന് വെച്ചെങ്കിൽ പുരുഷന്റെ അർത്ഥം, പുരുഷന്റെ പ്രയോജനം. മാനവ ജീവിതത്തിന്റെ, മാനവനെയാണ് ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ത്രിവിധങ്ങളായിട്ടുള്ള താപങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള ഉപായം അത് മനുഷ്യന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് അത്യന്ത പുരുഷാർത്ഥ എന്ന് പറഞ്ഞപ്പോ അത് എല്ലാ പ്രാണികൾക്കുമില്ല. പ്രാണിവർഗത്തില് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ത്രിവിധ ദുഃഖാത്യന്ത നിവൃത്തിരത്യന്ത പുരുഷാർത്ഥ. അങ്ങനെയുള്ളതായ മഹാപുരുഷാർത്ഥത്തിന്റെ പ്രകരണമാണ് സാഖ്യം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രന്ഥത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്നതായി. ആധ്യാത്മികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഒട്ടനവധിയുണ്ട്. അതെല്ലാം തന്നെ മാനവ ജീവിതത്തിൽ മനുഷ്യനെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പൊ ഈ സാഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഗ്രന്ഥം എഴുതിയിട്ട് ത്രിവിധങ്ങളായിട്ടുള്ള താപങ്ങളിൽ നിന്നുള്ള പരിപൂർണമായ മോചനമാണ് മാനവ ജീവിതത്തിന്റെ പരമസാഫല്യം എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, ഇതപ്പോ പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മളെ തല്ലാൻ വിളിക്കുമ്പോ നമ്മൾ ഓടാറില്ലേ? തല്ലി കിട്ടാതിരിക്കാനല്ലേ ഓടുന്നേ? ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാവുമെന്ന് നമുക്കറിയാം, അതുകൊണ്ട് നമ്മൾ പറയാതിരിക്കാറില്ലേ? നുണ പറയാറില്ലേ? എന്തിനാ നുണ പറയുന്നത്? പേടിച്ചിട്ടാ. നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടും, അത് ലോകം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടും എന്നുള്ളതായിട്ടുള്ള ഭയം കൊണ്ടാണ് നുണ പറയുന്നത്. അപ്പോ ഈ നുണ പറയുന്നതും എന്ത് തന്നെയാ? ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനത്തിന് നമ്മൾ കണ്ടുപിടിച്ച ഉപായമാണ്. നമ്മൾ കണ്ടുപിടിച്ചതല്ല. ഈ ലോകത്ത് നമ്മുടെ വംശം തുടങ്ങിയ സമയത്ത്, ഈ മനുഷ്യവംശം തുടങ്ങിയ സമയം തുടങ്ങിയിട്ട് ഇതുവരെ ഉള്ളതായിട്ടുള്ള കാര്യമാണ്.
അപ്പൊ മനുഷ്യന്റെ ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പാടുപെടുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ എന്നൊരു ചോദ്യം അവിടെ വന്നപ്പോ ആചാര്യൻ പറഞ്ഞു, അതൊക്കെ ഭക്ഷണം കഴിക്കണ പോലെയാണ് കുട്ടി. മനുഷ്യരുടെ ദുഃഖമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ സാധാരണമായിട്ടുള്ളതാണ്. അതെല്ലാം നമ്മൾ പ്രതിദിനം ഭക്ഷണം കഴിക്കുന്ന പോലെയാണ്. എപ്പോഴാ ഭക്ഷണം കഴിക്കുക? വിശക്കുമ്പോ. എനിക്ക് വല്ലതും താ എന്ന ജഠരാഗ്നി നമ്മളോട് പറയുന്നതാണ് വിശപ്പ്. അപ്പൊ നമ്മൾ വിശപ്പ് വരുമ്പോ ആഹാരം കഴിക്കും, ദാഹം വരുമ്പോ കുടിക്കും, വെള്ളം കുടിക്കും. അതുപോലെയാണ് സാധാരണ മനുഷ്യര് ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ട്, ദുഃഖമോചനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത്. അതിന്റെ പരിണാമം എന്താ? തൽക്കാലത്തേക്ക് വിശപ്പ് പോവും, തൽക്കാലത്തേക്ക് ദാഹം അടങ്ങും. എന്നേക്കുമായിട്ട് ദാഹം അടങ്ങുമോ? എന്നേക്കുമായിട്ട് വിശപ്പടങ്ങുമോ? അത് മോശമാണെന്നല്ല പറഞ്ഞത്. മറിച്ച് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന മാനവ ജീവിതത്തിന്റെ പരമമായിട്ടുള്ള സാഫല്യം എന്ന് പറയുന്ന ത്രിവിധങ്ങളായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നുള്ള പരിപൂർണ മോചനത്തിന് നമ്മൾ ദിനം പ്രതി ഓരോ ദിവസവും ചെയ്യുന്ന ഉപായങ്ങൾ പര്യാപ്തമല്ല, അത് പോരാ. എന്ന് വെച്ച് അതിനെ കളയാനല്ല പറഞ്ഞത്. അത് വേണം, പക്ഷെ അത്രയും മാത്രം പോരാ. പറഞ്ഞു, പ്രാത്യാഹികാക്ഷുത്പ്രതീകാരവത്. പ്രാത്യാഹികം എന്ന് പറഞ്ഞാലോ പ്രതിദിനം. അഹം എന്ന് വെച്ചെങ്കിലും അഹ എന്ന് വെച്ചിട്ട് ശബ്ദത്തിന്റെ അർത്ഥം പകലെന്നാണ്. അഹ ശബ്ദത്തിന്റെ അർത്ഥം പകൽ അല്ലെങ്കിൽ ദിവസം. അപ്പൊ പ്രാത്യാഹികം പ്രതിദിനം. പ്രാത്യാഹികം ക്ഷുത്പ്രതീകാരം. ക്ഷുത്പ്രതീകാരം എന്താ? വിശപ്പിന് പ്രതികാരം ചെയ്യുക, എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കുക. അവിടെ വത്ത് പ്രത്യയമുണ്ട്. പ്രാത്യാഹികം ക്ഷുത്പ്രതീകാരവത്. അതുപോലെ പ്രതിദിനം വിശപ്പടക്കാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തത്പ്രതീകാര ചേഷ്ടനാത് പുരുഷാർത്ഥത്വം. അപ്പൊ അങ്ങനെയുള്ളതായ ദുഃഖങ്ങൾക്ക് പ്രതികാരം അല്ലെങ്കിൽ പ്രതിവിധി കണ്ടെത്താനുള്ളതായ നമ്മുടെ ഉപായം, നമ്മുടെ പരിശ്രമം, അതിനെ നമ്മൾ പുരുഷാർത്ഥം എന്ന് വിളിക്കാം. എന്ത് വിളിക്കാൻ പറ്റില്ല? അത്യന്ത പുരുഷാർത്ഥം എന്ന് വിളിക്കാൻ പറ്റില്ല എന്ന്. അപ്പോ ഇങ്ങനെ തിന്നു കുടിച്ച് വിശക്കുമ്പോൾ തിന്നുകയും ദാഹിക്കുമ്പോൾ കുടിക്കുകയും അങ്ങനെ നമ്മൾ പ്രതിദിനം ചെയ്യുന്നതായ ഉപായങ്ങളെ തുടരവേ തന്നെ അതിന്റെ അപര്യാപ്തത മനസ്സിലാക്കി അതിന് മേലോട്ടൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. സാധാരണ നിലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം പോരാത്തതുകൊണ്ട് നമ്മുടെ ലക്ഷ്യപൂർത്തിക്ക് കാര്യക്ഷമമായിട്ടുള്ള ഉയർന്ന നിലയിലുള്ള പരിശ്രമം ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഉപായങ്ങളെ തുടർന്നുകൊണ്ട് തന്നെ
കാര്യക്ഷമമായിട്ടുള്ള ആ ഉപായങ്ങളെ കൂടി നമ്മൾ കൈക്കൊള്ളണം. ഇല്ല, ഇപ്പൊ നമ്മുടെ നാട്ടില് പാലിന്റെ കവറ് കഴുകണം എന്ന് കുടുംബശ്രീക്കാർ പറഞ്ഞിട്ട് വേണ്ട. കാരണം അതിൽ ഇത്തിരി പാല് പറ്റിപ്പിടിച്ചിരിക്കും. അത് കളഞ്ഞാ പോയല്ലോ എന്ന് വിചാരിക്കുന്ന വീട്ടുകാരെന്ത് ചെയ്യും? ആ കവറിൽ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കിയിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കും. എന്നിട്ട് ഈ കവറ് ഒരു കമ്പിയിൽ കൊടുത്തു വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യും. കുറെ ആയി കഴിയുമ്പോൾ. പണ്ടൊക്കെ ഇത്തരം പ്ലാസ്റ്റിക് കവറുകൾ, പാൽ കവർ 1 കിലോന് ഇത്ര രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രിക്കടയിൽ എടുക്കാറുണ്ട്. നമ്മൾ കൊണ്ടു ചെന്നിട്ട് എന്ത് ചെയ്യും? അത് 8 തൊട്ട് കിട്ടും. അത്രയൊക്കെ ഉള്ളൂ. 5000 രൂപയുടെ പണി എടുത്തിട്ടുണ്ടാവും നമ്മള്. അല്ല, അന്നത്തെ കാലത്ത് ഒരു 500 രൂപയുടെ പണി എടുത്തിട്ടുണ്ടാവും. പക്ഷെ അന്ന് നമുക്ക് കിട്ടിയിരുന്ന 8 50 പൈസ. ഇന്ന് 50 രൂപയാണെന്ന് കൂട്ടിക്കോ. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്തു? തന്റെ വരുമാനം കൂട്ടാനുള്ള പ്രയത്നം ആരംഭിച്ചു. വരുമാനം കൂട്ടാനുള്ള പ്രയത്നം ആരംഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കുറച്ച് അറിവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് ചേർന്നത്. അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ ചേർത്തത് അതിനു വേണ്ടിയിട്ടാണ്. പണ്ടൊക്കെ ആശാൻ പള്ളിക്കൂടത്തിൽ പോയിരുന്ന കുട്ടികള് ആശാൻ പള്ളിക്കൂടം കഴിഞ്ഞിട്ട് ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോയിരുന്നു. അപ്പൊ ഈ ഉയർന്ന വിദ്യാഭ്യാസത്തിൽ അവർക്ക് എന്താ കിട്ടുക? സാധാരണ മനുഷ്യർക്ക് ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് വിദ്യ ലഭിക്കും. ആ വിദ്യയെ തുടർന്ന് അവർക്ക് ട്രെയിനിങ് ലഭിക്കും. ആ ട്രെയിനിങ്ങിന് ശേഷം എന്ത് ചെയ്യണം? ആ വിദ്യ ഉപയോഗിച്ച് ആ ട്രെയിനിങ്ങിനെ ആധാരമാക്കിയിട്ട് കൂടുതൽ വരുമാനം കിട്ടുന്നതായിട്ടുള്ള ഒരു ജോലി അയാൾക്ക് തരപ്പെടും. അപ്പോഴാണ് പ്രശ്നം. അയാൾക്ക് ഈ 8 കിട്ടുന്നതായ പാൽ കവറ് വീട്ടിൽ നിന്ന് സഞ്ചിയിലാക്കി ആക്രിക്കടയിൽ കൊണ്ട് കൊടുക്കാനുള്ള സമയമില്ല. പിന്നെയോ ആ 8 എന്ന് പറയുന്നത് 50 പൈസ എന്ന് പറയുന്നത്, അന്ന് കിട്ടിയിരുന്ന 50 പൈസ എന്ന് പറയുന്നത് ഈ ജോലിയുള്ള ആൾക്കാരെ സംബന്ധിച്ച് എന്തല്ല, എടുത്തു പറയാൻ പറ്റിയ ഒരു വരുമാനമല്ല. അപ്പൊ ആ സമയത്താണ് ഈ സാധനങ്ങൾ പെറുക്കുന്ന ഒരാൾ അതിലെ വന്നപ്പോ നമ്മൾ വേണമെങ്കിൽ ഒരു 50 പൈസ അവന് കൊടുത്തിട്ട് പറയും, ഈ കവറൊന്ന് എടുത്തോണ്ട് പോയി തരുമെന്ന് ചോദിക്കും. അല്ല, അപ്പൊ നമുക്ക് 8 വേണ്ടേ? ആ 8 പണി നമ്മൾ നമ്മുടെ ട്രെയിനിങ് സിദ്ധിച്ചതായ നമ്മുടെ ജോലിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ കിട്ടും. അധികം രൂപ കിട്ടും. അതുകൊണ്ട് ഈ പാക്കറ്റ് എടുക്കുന്നതായിട്ടുള്ള പെറുക്കലുകാർക്ക് നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കാതെ അയാൾ വരുമ്പോ എടുത്തോണ്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, വേണമെങ്കിൽ വഴിക്കങ്ങനെ കണ്ടാതെ അവിടെ വെച്ചിട്ടുണ്ട് എടുത്തോണ്ട് പോയിക്കോ, വേറെ ഒന്നും എടുക്കരുത്, അത് എടുത്തോണ്ട് പോയിക്കോളാൻ പറയും. വേണമെങ്കിൽ ഒരു 50 പൈസ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ടും കൊടുക്കും. അപ്പൊ നോക്കി, അങ്ങനെയുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാള് സാധാരണ ജീവിത നിലവാരത്തിൽ ജീവിച്ചു പോകുമ്പോ അയാൾ ഇപ്പോഴും ആ കവർ എന്ത് ചെയ്യും? ഒരു 3 കിലോമീറ്റർ നടന്നു പോയി ചന്തയിൽ കൊണ്ടുപോയിട്ട് അവിടെ അക്രിക്കട എവിടെയാണോ അവിടെ കൊണ്ടുപോയിട്ട് കൊടുക്കും.
ഇതാണ് ജീവിതത്തിന്റെ നിലവാരം ഉയരുക എന്ന് പറയുന്നത്. നിലവാരം ഉയരണമെങ്കിൽ വിദ്യാഭ്യാസം മാത്രം പോരാ. ആ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ആ വിദ്യാഭ്യാസ യോഗ്യത വച്ചുകൊണ്ട് നമുക്ക് ഒരു ജോലി തരുകയും ആ ജോലി ചെയ്യണമെങ്കിൽ കേവലം പഠനം മാത്രം പോരാ, ആ പഠനത്തെ ആസ്പദമാക്കിയിട്ട് ഒരു ട്രെയിനിങ് കൂടി വേണം. അത് കഴിഞ്ഞിട്ട് ഒരു കാലയളവ് നിശ്ചയിക്കും, പ്രൊബേഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. ആ ലഭിച്ച ട്രെയിനിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ജോലി ചെയ്യാൻ തുടങ്ങുകയും തുടക്കത്തിൽ ആ ജോലി നമ്മുടെ വളരെ മന്ദഗതിയിലായിരിക്കും. അപ്പൊ ഈ പ്രൊബേഷൻ സമയത്ത് എന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് വല്ലാതെ ആ ജോലി ചെയ്യിപ്പിക്കും. ആ ജോലി ചെയ്ത് ശീലമില്ലാത്ത നമുക്ക് തോന്നും ഈ ജോലി പണ്ടാരം വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ ആ ജോലി ലഭിച്ചവർ ജീവിക്കുന്നതായിട്ടുള്ള ആ നിലവാരം കാണുമ്പോ ആ നിലവാരത്തോട് നമുക്ക് ആകർഷണമുണ്ട്. അയാൾ കൃത്യസമയത്ത് പോകുന്നു, കൃത്യസമയത്ത് വരുന്നു, കൃത്യസമയത്ത് അയാൾക്ക് ശമ്പളം കിട്ടുന്നു, അയാൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നു, അയാൾക്ക് ബഹുമാനം കിട്ടുന്നു. പല ആൾക്കാരും അവരുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പിന് അത്രയും വലിയ വിലയാണ്. അപ്പൊ അങ്ങനെ സാധാരണ ജീവിത നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരാൾ പഠിക്കുകയും ട്രെയിനിങ് സ്വീകരിക്കുകയും ഒരു ഉദ്യോഗം കൈപ്പറ്റുകയും അവിടെ ഇരുന്നു കൊണ്ട് അയാളുടെ പ്രൊബേഷൻ കാലാവധി പൂർത്തിയാക്കി കഴിയുമ്പോൾ അയാൾക്ക് സ്ഥിര നിയമനം കിട്ടുന്നു. ആ സ്ഥിര നിയമനം കിട്ടുമ്പോഴോ അയാൾക്ക് ആവശ്യമായ എഫിഷ്യൻസി ആ ഒരു കാര്യക്രമത്തിലൂടെ വന്നു കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അയാൾക്ക് കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ അയാൾക്ക് ആരുടെ മുമ്പിലും തന്റെ ഭക്ഷണത്തിനോ താമസ സൗകര്യത്തിനോ തുണി എടുക്കാനോ കൈനീട്ടേണ്ടി വരില്ല. അതെല്ലാം ആ ഉദ്യോഗത്തിൽ നിന്ന് തന്നെ, ആ ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിന്റെ വരുമാനം കൊണ്ട് അയാൾക്ക്, അല്ലെ? എങ്ങനെയാണോ അപ്പൊ സാധാരണ ജീവിത നിലവാരത്തിൽ സാധാരണ മനുഷ്യരും ഈ വിദ്യാഭ്യാസമുള്ള ട്രെയിനിങ്സ് കിട്ടിയ ഉദ്യോഗം ഭരിക്കുന്നതായ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം വരുമ്പോ നോക്കി, സാധാരണ മനുഷ്യര് താഴേക്കിടയിലാണെങ്കിൽ ഈ ഉദ്യോഗമുള്ളവർ എവിടെയായിരിക്കും? കുറച്ച് മേലേക്കിടയിലായിരിക്കും. ഉദ്യോഗസ്ഥൻ, അതിന്റെ പേര് തന്നെ നോക്കി, ഉദ്യോഗ. ഉത്ത് എന്ന് പറഞ്ഞാലോ മേലോട്ട് എന്നർത്ഥം. യോഗോ മേൽത്തട്ടിൽ ചെന്നു ചേരുക എന്നാണ് ഉദ്യോഗത്തിന്റെ അർത്ഥം. ഉദ്യോഗത്തിൽ ഇരുന്നു കൊണ്ട് ഉദ്യമം ചെയ്യണം. അതായത് സാധാരണ ആൾക്കാർ പ്രവർത്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന പോലെ പോരാ. കുറച്ചും കൂടി ഉയർന്ന് കാര്യക്ഷമമായിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് അവർക്ക് ചിന്തിക്കാൻ കഴിയണം. അതിനാണ് അവരുടെ വിദ്യാഭ്യാസം, അതിനാണ് അവരുടെ ട്രെയിനിങ്, അതിനാണ് അവരുടെ പ്രൊബേഷൻ കാലാവധി. അപ്പൊ പറഞ്ഞു അല്ലെ വശത്തിലാക്കാൻ കഴിയുന്നവണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാരിലയച്ചതീശൻ. എന്ന് വച്ചാൽ
ഈ കൈ നമ്മൾ മേലേക്ക് പിടിക്കണ്ടേ, കൈ നമ്മൾ ഉയർത്തണ്ടേ. ഈ കൈയോ അല്ലെ മേലേക്ക് പിടിച്ചു കയറാൻ വേണ്ടി കൈ ഉയർത്തുന്നതിന്റെ പേരാണ് ഉദ്യമം. അങ്ങനെ ഉദ്യമം ചെയ്തപ്പോഴാണ് ഉദ്യോഗം ഉണ്ടായത്. യമം ചെയ്യാതെ യോഗം ഉണ്ടാവില്ല, തന്നെത്താനെ നമ്മൾ വന്നും കൂടെ കയറൂല. ഇനി നമുക്ക് ഈ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട്, ഈ ലോകത്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന ഉദാഹരണം വെച്ചുകൊണ്ട് സാഖ്യത്തിലേക്ക് വരാം. ദുഃഖം വരുമ്പോ ആ ദുഃഖത്തെ തടയാൻ വേണ്ടിയിട്ട് മനുഷ്യർ ധാരാളം ഉപായങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിലും ആ ഉപായങ്ങളൊന്നും ശാശ്വതമായിട്ട് ദുഃഖത്തെ ഇല്ലാതാക്കാനായിട്ട് കഴിയുന്നവയല്ല. അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയാതെ, അതിനെ പൂർണ്ണമായി തള്ളിക്കളയാതെ, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവയെ ഉപയോഗിച്ചുകൊണ്ട്, ഏതാ ഈ ഭക്ഷണം കഴിക്കുക, കുടിക്കുക, വസ്ത്രം എടുക്കുക എന്നൊക്കെയുള്ളത്, ജോലി ചെയ്യുക എന്നൊക്കെയുള്ളത്, ശമ്പളം വാങ്ങുക എന്നൊക്കെയുള്ളത്, അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നം. സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്യുന്നത്. എന്തിനാ നമ്മൾ സർവൈവ് ചെയ്യുന്നത്? വളരെ നല്ല രീതിയിൽ ത്രിവിധങ്ങളായ ദുഃഖങ്ങളെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം നമുക്ക് കുറച്ച് അധികകാലം ചെയ്യണമെങ്കിൽ, അധികകാലം ചെയ്താലാണ് റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ അതിനെന്ത് ചെയ്യണം? അധികകാലം ജീവിച്ചിരിക്കാൻ പറ്റിയ രീതിയിൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ മനോനില, ഇവയെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ജീവിക്കണം, സർവൈവ് ചെയ്യണം. വെറുതെ സർവൈവ് ചെയ്താൽ പോരാ. എന്നിട്ട് എന്ത് ചെയ്യണം? ത്രിവിധങ്ങളായിട്ടുള്ള ദുഃഖങ്ങളെ പരിപൂർണമായി ഇല്ലാണ്ടാക്കാനുള്ളതായ ഉപായങ്ങളെ നമ്മൾ കൈക്കൊള്ളണം. അതുകൊണ്ട് പ്രതിദിനം ഭക്ഷണം കഴിക്കുന്നതിനെ സാഖ്യകാരൻ എതിർത്തിട്ടില്ല. അത് പുരുഷാർത്ഥമല്ല എന്ന് പറഞ്ഞിട്ടില്ല, അത് അത്യന്ത പുരുഷാർത്ഥമല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് നമ്മുടെ ജീവിത ലക്ഷ്യം അതിലൊതുങ്ങരുത്, അതിനും അപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് പറഞ്ഞു, ന ദൃഷ്ടാത് സത്തസിദ്ധിഃ, ന ദൃഷ്ടാത് തസ്സിദ്ധിഃ. ഈ ത്രിവിധങ്ങളായ താപങ്ങളെ ഇല്ലാണ്ടാക്കാനുള്ള പരിശ്രമം ഉണ്ടല്ലോ, ദൃഷ്ടാത് ന തസ്സിദ്ധിഃ. നമ്മുടെ അടുത്തുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. അവർക്ക് സാധാരണ കാര്യങ്ങളെ അറിയുള്ളൂ. ഇന്ന് ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളില്ലേ, അത് വെച്ചുകൊണ്ട് ത്രിവിധങ്ങളായ താപങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ എന്താണോ നമ്മുടെ കൈപ്പിടിയിൽ എത്തിയിരിക്കുന്നത്, ഇനി എന്താണോ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരാനുള്ളത്, ഇത് രണ്ടും കൊണ്ട് നമുക്കിത് കൈവരിക്കാനാവില്ല. എന്താ കാരണം? നിവൃത്തിരപ്യനുവൃത്തി ദർശനാത്. തൽക്കാലത്തേക്ക് കഴിയുമെങ്കിലും, നിവൃത്തേഹേ അപി, തൽക്കാലത്തേക്ക് അത് നിവൃത്തമാകുന്നുണ്ടെങ്കിലും ദുഃഖങ്ങൾ, അനുവൃത്തി ദർശനാത്, കുറെ കഴിയുമ്പോൾ അതേ ദുഃഖമോ മറ്റൊരു ദുഃഖമോ നമ്മളുടെ മുമ്പിലേക്ക് നമുക്ക് അനുഭവിക്കാനായിട്ട് വരുന്നത് കാണാം. അതുകൊണ്ട് ലൗകികമായിട്ടുള്ള ഉപായങ്ങൾ നിലനിൽപ്പിന് കൊള്ളാമെന്നല്ലാതെ പ്രാത്യാഹിക ക്ഷുത്പ്രതികാരവത്, അപ്പൊ നിലനിൽപ്പിന് ആധാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ദൃഷ്ടകാര്യങ്ങൾ നമുക്ക് ഉപകരിക്കും. അപ്പൊ നമ്മൾ എന്താണ് അദൃഷ്ടം? അദൃഷ്ടം ചെങ്കിലോ ഇതുവരെ നമ്മൾ സ്വീകരിച്ചിട്ടില്ലാത്ത മറ്റൊരു പദ്ധതിയാണ് ത്രിവിധങ്ങളായിട്ടുള്ള താപങ്ങളെ ആത്യന്തികമായിട്ട് ഇല്ലാണ്ടാക്കാനുള്ള പരമമായിട്ടുള്ള മോക്ഷത്തിന് കാരണമായിട്ടുള്ളത്. അതുതന്നെയാണ് മാനവ ജീവിതത്തിന്റെ പരമമായിട്ടുള്ള സാഫല്യം.
അപ്പൊ ഒരാൾ ചോദിച്ചു, ദുഃഖങ്ങൾ എത്രയുണ്ട്? 10 ദുഃഖങ്ങൾ വന്നാൽ 10 ഉപായങ്ങൾ പഠിച്ച പോരെ? ആ 10 ദുഃഖങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ളതിന് 10 ഉപായങ്ങൾ ഉണ്ടാവും. എങ്ങനെ? വിശക്കുമ്പോൾ ഭക്ഷിക്കുക, ദാഹിക്കുമ്പോൾ കുടിക്കുക, പേടി വരുമ്പോഴോ ബലമുള്ള ഒരാളുടെ ആശ്രയത്തിലേക്ക് പോവുക, കൊള്ളുമെന്നാണെങ്കിലോ ഒളിച്ചിരിക്കുക. അങ്ങനെ പിന്നെയോ വെള്ളം കോരാനായിട്ട് കോരി മടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളൊരു മോട്ടോർ ഫിറ്റ് ചെയ്തു. തേങ്ങ അടിച്ച് നമ്മുടെ ഓരോമെല്ലാം അങ്ങനെ കഴിച്ചപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഒരു മിക്സി മേടിച്ചു. പച്ചക്കറി സാധനങ്ങളൊക്കെ വീട്ടിൽ വന്നാൽ പിറ്റേ ദിവസത്തേക്ക് അത് പോവുകയോ ചീഞ്ഞു പോവുകയോ ചെയ്യും. നമ്മളൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചു, റെഫ്രിജറേറ്റർ വാങ്ങിച്ചു. അങ്ങനെ ഏതെല്ലാം ദുഃഖങ്ങൾ വരുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ നോക്കി, ഓൺലൈനിൽ നമ്മുടെ മിക്സി വലുതാണ്, ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കഴുകി വൃത്തിയാക്കാൻ കുറെ സമയം എടുക്കും. അപ്പൊ ഓൺലൈനിൽ എന്ത് ചെയ്തു? ഒരു പ്രോഡക്റ്റ് കാണിച്ചു തന്നു. എന്നിട്ട് അവര് പറയും ഇത് 3000 രൂപയാണ് ഇതിന്റെ വില, പക്ഷെ നിങ്ങൾക്ക് 2200 തരുന്നു. അല്ലേ? അപ്പൊ നമ്മൾ പൊട്ടന്മാരെന്ത് ചെയ്യും? 3200 പ്രോഡക്റ്റ് ഇവർ 2200 തരുന്നു. 800 ലാഭോ? അപ്പൊ നമ്മുടെ ബോധം പറയുന്നത് 800 രൂപ ലാഭം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യും. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ വയ്ക്കും, ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോ ഓൾറെഡി ഒരു മിക്സി ഉണ്ട്, പക്ഷെ അത് ഉപയോഗിച്ചിട്ട് കഴുകാനായിട്ട് കുറച്ചുണ്ട്, വിഷമാണ്. അതുകൊണ്ട് അത് ഹെവി വർക്കുകൾക്ക് ഉപയോഗിക്കാം. സിമ്പിൾ വർക്കുകൾക്ക് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ വലിയ ആടിന് കടന്നു പോകാൻ വലിയ തുളയും, ചെറിയ ആടിന് കടന്നു പോകാൻ ചെറിയ തുളയും ഇട്ട പോലെ ഒരു കൂട്ടിൽ തന്നെ. അല്ലേ? നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് ഒരൊറ്റ അമ്മിയും ഒരു അമ്മിപ്പിള്ളയും കൊണ്ട്, അമ്മിക്കുട്ടിയും കൊണ്ട് ചെയ്തിരുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ആട്ടുകല്ല്, ഒരല്, ഒലയ്ക്ക, ഇതുകൊണ്ട് ചെയ്തിരുന്ന കാര്യം എന്തായി? അമ്മിക്കല്ല് വേണ്ട, അമ്മിപ്പിള്ള വേണ്ട, ആട്ടുകല്ല് വേണ്ട, അതിന്റെ തിരിക്കുന്ന കല്ല് വേണ്ട, ഒരല് വേണ്ട, ഒലയ്ക്ക വേണ്ട. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടില് പ്രത്യേകിച്ച് അപ്സ്റ്റെയർ ആണെങ്കിൽ ഒരല് ഒലയ്ക്ക ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അമ്മി കഴുകി കഴിഞ്ഞാൽ വെള്ളം എങ്ങോട്ടേക്ക് നമ്മൾ വടിച്ചു കളയും. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ആ പഴയ ഉപാധികളെ എല്ലാം നമ്മൾ മാറ്റി, അതിലെല്ലാം നമ്മൾ വിഷമത കണ്ടെത്തി. കാരണം എന്താ? നമ്മൾ നമ്മുടെ ജീവിതം അപ്പൊ ഇതിൽ കുറ്റമല്ല ഞാൻ കാണുന്നത് കേട്ടോ. അമ്മി ഉപയോഗിക്കാത്തതിന്റെ കുറ്റമല്ല പറഞ്ഞത്. പഴയത് നല്ലത്, പഴയത് അപ്സ്റ്റെയറിലേക്ക് കൊണ്ടുപോകണം എന്നല്ല പറഞ്ഞത് കേട്ടോ. ഒരിക്കലും ചെയ്യരുത്. ഇതെല്ലാം സാഖ്യകാരൻ പറയുന്നതായ ആത്യന്തിക ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ഉപായങ്ങൾ കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ജീവിത ക്രമത്തിലേക്ക് വന്നതാണ് ഇതെല്ലാം. അവിടെ നോക്കി, ഒരു മിക്സി വാങ്ങുന്ന സമയത്ത് നമ്മൾ ചെലവിടുന്ന പൈസയിൽ നിന്ന് എത്ര പേരാ ജീവിക്കുന്നേ? ഇതൊക്കെ വിൽക്കുന്നതായ സ്ഥാപനങ്ങളിൽ എത്രയോ ആളുകളാ ജോലി ചെയ്യുന്നത്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴല്ലേ അവർക്കൊക്കെ ജീവനോപാധി ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഒരു ആട്ടുകല്ലും ഒരു അമ്മിക്കല്ലും മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഈ മിക്സി ഇടയ്ക്ക് കേടുവരുന്നത് കൊണ്ടല്ലേ അതിന്റെ റിപ്പയറിങ്ങിന് ഒരു ഷോപ്പ് ഒരാൾക്ക് ഇടാൻ കഴിയുന്നത്, ആ ഷോപ്പിന്റെ സ്ഥലം കൊടുക്കുന്ന ആൾക്ക് വാടക കിട്ടുന്നത്. നമ്മളുടെ ജീവിത മാറ്റത്തിന്റെ പരിണാമം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഈ മിക്സി വാങ്ങുന്നത്, അതായത് അമ്മിക്ക് പകരം മിക്സി വാങ്ങുന്നതും മറ്റും എന്തല്ല, നമ്മുടെ നിലനിൽപ്പ് സുഗമമാക്കാനുള്ള പഴയ ഉപായങ്ങൾക്ക് പകരം പുതിയ ഉപായം സ്വീകരിച്ചു എന്നല്ലാതെ അതൊന്നും എന്തല്ല, ആത്യന്തിക ദുഃഖനിവൃത്തിക്കുള്ള ഉപായങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടരുത്. അതെല്ലാം ദൃഷ്ടങ്ങളാണ്. അപ്പൊ അങ്ങനെ ഓരോ ദുഃഖത്തിന് ഓരോ ഉപായങ്ങൾ എന്നുള്ള രീതിക്ക് നമ്മൾ കൈക്കൊണ്ടാൽ പിന്നെ ദുഃഖം ഉണ്ടാവോ എന്നാണ് ചോദ്യമെങ്കിൽ ഉണ്ടാവും. നമ്മൾ ശരീരധാരിയായി സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ സംസാരത്തിൽ ജീവിക്കുവോളം ദുഃഖങ്ങൾ ഉണ്ടാവും. അളവ് കുറഞ്ഞു എന്ന് വരാം, അതുകൊണ്ട് ആത്യന്തിക ദുഃഖനിവൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് സാഖ്യകാരൻ പറഞ്ഞു, സർവാസംഭവാത് ഒരു ദുഃഖത്തിന് ഒരു ഉപായം എന്നുള്ള രീതിക്ക്, സർവ ദുഃഖങ്ങൾക്ക് സർവോപായങ്ങൾ എന്ന രീതിക്ക് നോക്കിക്കഴിഞ്ഞാലോ അസംഭവാത്, എത്ര വെറൈറ്റി ദുഃഖങ്ങളാ വരണേ. അത് ഓരോന്നിനും ഓരോ ഉപായം എന്നുള്ള രീതിക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സംഭവമാണോ? അല്ല, എന്തോരം സാധനങ്ങൾ വേണം അപ്പോ? ഈ സാധനങ്ങളെ ആര് പരിപാലിക്കും? അതിന് എത്ര സ്പേസ് വേണം? ഇത് ആരടിച്ചു തുടയ്ക്കും? പണിക്കാളെ നിർത്താന്ന് പറഞ്ഞാലോ ഓക്കെ, അപ്പോൾ പ്രശ്നം തീർന്നോ? ഇല്ല. ആ വർക്കേഴ്സിന്റെ ഇടയിലുള്ള പ്രശ്നം, ആ വർക്കേഴ്സ് ഉപകരണങ്ങൾ കേടുവരുത്തുമ്പോഴുള്ള പ്രശ്നം. അപ്പൊ സർവാസംഭവാ, എല്ലാ കാര്യങ്ങൾ, എല്ലാ ദുഃഖങ്ങളെയും എല്ലാ വസ്തുക്കളെയും കൈക്കൊണ്ടുകൊണ്ട് തടയാമെന്ന്, അത് സംഭവമല്ല. സംഭവേപി, ഇനി ആരെങ്കിലും പറയാണ് ഇല്ല എനിക്കത് സാധിക്കുമെന്ന് പറഞ്ഞാലോ ഓക്കെ, തൽക്കാലത്തേക്ക് നമുക്കൊന്ന് അംഗീകരിച്ചു കൊടുക്കാം. അതിന്റെ പരിണാമം എന്താ? സത്വാസംഭവാത്. നമ്മുടെ ബുദ്ധിയിലുള്ളതായ രജോ ഗുണം കാരണം, നമ്മുടെ ബുദ്ധിയിലുള്ള തമോ ഗുണം കാരണം, നമ്മുടെ ബുദ്ധിയിലുള്ള സത്വത്തിന് തടസ്സങ്ങൾ ഉണ്ടാവും. സത്വഗുണത്തിന് തടസ്സങ്ങൾ ഉണ്ടാവും. കാരണം ഈ സത്വഗുണം പ്രവർത്തിക്കണമെങ്കിൽ ഈ രജോ ഗുണവും തമോ ഗുണവും അതിനടിയിൽ താങ്ങായിട്ട് വേണം. രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും താങ്ങില്ലെങ്കിൽ സത്വഗുണം എവിടെ സ്ഥിതി ചെയ്യും? സത്വം മാത്രമായിട്ട് നിലനിൽക്കാൻ പറ്റുമോ? സത്വത്തിന് അങ്ങനെ നിലനിൽപ്പുണ്ടോ? ഇല്ല. അപ്പൊ സത്വാസംഭവാന്ന് വെച്ചാലോ സ്വതന്ത്രമായി സത്വം മാത്രം എന്നുള്ളതായ ഒരവസ്ഥ ഈ ലോകത്ത് എവിടെയും ഉണ്ടാവില്ല. കാരണം ബുദ്ധി എന്ന് പറയുന്നത് സത്വഗുണത്തോടൊപ്പം രജോ ഗുണവും തമോ ഗുണവും കൂടി അടങ്ങിയിട്ടുള്ളതാണ്. ഈ ബുദ്ധി എന്ന് പറയുന്നത് ത്രിഗുണമാണ്. ത്രിഗുണഭാവമില്ലാതെ ബുദ്ധിക്ക് നിലനിൽപ്പില്ല. ആ ത്രിഗുണഭാവത്തില് സത്വഭാവം കുറച്ചു സമയത്തേക്ക് ഉയർന്നു നിൽക്കും. അത് കഴിയുമ്പോഴോ രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും ഇടപെടൽ കൊണ്ട്, അല്ലെ, തിരുവനന്തപുരം മഹാനഗരം നീണ്ട വർഷങ്ങളുടെ ഒരു പക്ഷത്തിന്റെ ഭരണത്തിൽ നിന്ന് വേറൊരു പക്ഷത്തിന്റെ ഭരണത്തിലേക്ക് വന്നു. വേറൊരു പക്ഷക്കാർ ഉണ്ട്, വേറൊരു പക്ഷക്കാര്. അപ്പൊ പുതിയ ആൾക്കാർ പറയാണ് എന്താ, കിരാത ഭരണം അവസാനിച്ചു, അഴിമതി ഭരണം അവസാനിച്ചു, ഇനി കിരാതത്വം ഉണ്ടാവില്ല, ഇനി അഴിമതി ഉണ്ടാവില്ല. ഏതാ ഒരു ബഹുജന പ്രസ്ഥാനം പറയാണ് ഇനി എന്തുണ്ടാവില്ല? കിരാതത്വം ഉണ്ടാവില്ല, അഴിമതി ഉണ്ടാവില്ല എന്ന്. ശരിയാണോ? രാഷ്ട്രീയം മാറ്റിവെക്ക്.
ജയപ്രകാശ് ജി. അത് ഫുള്ളായിട്ട് ശരിയാവില്ലല്ലോ. പെട്ടെന്ന് കേൾക്കാൻ പറ്റില്ല. കാരണം ഈ കിരാതത്വം, അഴിമതി എന്ന് പറയുന്നത് മനുഷ്യനുള്ള കാലത്തോളം ഉണ്ടാവും. ഈ പുതിയ കക്ഷി ജയിച്ചപ്പോ അവരെ ജയിപ്പിക്കാനായിട്ട് ആകാശത്തു നിന്ന് ദിവ്യമാനവര് വന്നല്ലല്ലോ വോട്ട് ചെയ്തത്. ഈ അഴിമതിക്കാരുടെ കൂടെ കുടപിടിച്ച് നടന്നവരിൽ കുറെ പേരും കൂടെ വോട്ട് ചെയ്തപ്പോൾ അവിടെ ജയിച്ചത്. അതേപോലെ നമ്മളെല്ലാവരും നമ്മുടെ ചിത്തത്തിന്റെ സത്വഗുണത്തെ പ്രകീർത്തിക്കുന്നുണ്ട്. അപ്പൊ ചോദ്യം, ഈ രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും സപ്പോർട്ട് ഇല്ലാതെ സത്വഗുണം എങ്ങനെ നിലനിൽക്കും? നിലനിൽക്കില്ല. അവ നിലനിൽക്കുന്നുണ്ട്. അതായത് സത്വഗുണത്തിന്റെ താഴെ രജോ ഗുണവും തമോ ഗുണവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഈ സത്വഗുണത്തിന്റെ പ്രവൃത്തിയിൽ ഈ രജോ ഗുണവും തമോ ഗുണവും ഇടപെടും. അങ്ങനെ ഇടപെടുമ്പോ നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിച്ചതായിട്ടുള്ള ആ ദുഃഖം ഉണ്ടല്ലോ, അത് വീണ്ടും വരും. ആദ്യത്തെ അത്രയും വലിയ അളവിലല്ലെങ്കിലും എത്രയാണോ അതുകൊണ്ട് ഉണ്ടാവുക അത്ര ആ അളവിൽ ദുഃഖങ്ങൾ ഉണ്ടാവും, മൗഢ്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാ പറഞ്ഞത് സത്വ അസംഭവാതെന്ന്. കേവല സാത്വികാവസ്ഥ എന്നൊരു അവസ്ഥ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാത്തത് കൊണ്ട് ഹേയഹ പ്രമാണകുശലൈഹി, ഋഷിമാർ ഭരണമാറ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ ചുവടുമാറ്റത്തെ ത്രിവിധ ദുഃഖങ്ങളുടെ ആത്യന്തിക പരിഹാരത്തിനുള്ള ഉപായമായിട്ട് സ്വീകരിച്ചിട്ടില്ല. അവര് UDF-നെയും തള്ളിക്കളഞ്ഞു, അവര് LDF-നെയും തള്ളിക്കളഞ്ഞു, അവര് BJP-യെയും തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറയേണ്ടി വരും. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യാവഹാരിക. നമ്മൾ വ്യാവഹാരികത്തിനും മേലെയുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ആത്യന്തികമായിട്ടുള്ള ദുഃഖനിവൃത്തി എന്ന് പറയുന്നതായ മാനവ ജീവിതത്തിന്റെ പരമലക്ഷ്യത്തിന് ഒരു ദുഃഖത്തിന് ഒരു ഉപായം കണ്ടുപിടിച്ച്, അല്ല ഒരു ദുഃഖത്തിന് ഒരു ഉപായം എന്നുള്ള രീതിക്ക് പല ദുഃഖങ്ങൾക്ക് പല ഉപായങ്ങളെ സ്വീകരിച്ചുകൊണ്ടായാലും ദുഃഖങ്ങൾക്ക് ശാശ്വതികമായ പരിഹാരം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, കേവല സത്വഗുണാവസ്ഥ ലോകത്ത് എവിടെയും സാധ്യമല്ലാത്തത് കൊണ്ട് ഹേയഹ പ്രമാണകുശലൈഹി, അതായത് പ്രാമാണികമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് ആരാഞ്ഞവർ ഈ ഉപായങ്ങളെ, ലൗകികങ്ങളായ ഉപായങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുക. നാല് സൂത്രം. അഥ ത്രിവിധ ദുഃഖാത്യന്ത നിവൃത്തിരത്യന്ത പുരുഷാർത്ഥ ന ദൃഷ്ടാത് തസ്സിദ്ധി നിവൃത്തേരപ്യനിവൃത്തി ദർശനാത് പ്രാത്യാഹിക ക്ഷുത് പ്രതീകാരവത് തത് പ്രതീകാര ചേഷ്ടനാത് പുരുഷാർത്ഥത്വം സർവാസംഭവാത് സംഭവേ അപി സത്വാസംഭവാ ധേയ പ്രമാണകുശലൈഹി. ഇനി ഇത് കേട്ടപ്പോൾ സ്വല്പം രാഷ്ട്രീയത്തിന്റെ ഒരു പ്രേമം കൊണ്ട് ആർക്കെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സംഖ്യകാരന്റെ അടുത്ത സൂത്രം കൂടി കേൾക്കാം. ഉത്കർഷാദപി മോക്ഷസ്യ സർവോത്കർഷശ്രുതേഹ.
ഉത്കർഷാദപി മോക്ഷസ്യ സർവോത്കർഷശ്രുതേഹേ. ഈ ഭരണമാറ്റമെല്ലാം ഉത്കർഷത്തിന് ഹേതുവാണ്. എന്താ ഉത്കർഷം? തിരുവനന്തപുരം നഗരത്തിന്റെ, മഹാനഗരത്തിന്റെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന്റെ പേര് ഉത്കർഷ എന്നാണ്. ഉത്കർഷം എന്താ? ജനജീവിതത്തെ താഴെ നിന്ന് മുകളിലേക്ക് ആനയിക്കുക. അതിനെയാണ് ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞിരിക്കുന്നത്. വികസനം എന്താ? വികസനം നമുക്കുണ്ടാകുന്നതായ സാഹചര്യങ്ങൾ കുറച്ചും കൂടി ഭേദപ്പെടണം. ആ സാഹചര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഭേദപ്പെടണം. ആ ഭേദത്തിലൂടെ ജനജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ദുഃഖങ്ങൾക്ക് ഒരു പരിധി വരെ അറുതി വരണം. അതിന്റെ പേരാണ് ഉത്കർഷം. അപ്പൊ ആ ഉത്കർഷത്തെ വേദം സ്തുതിക്കുന്നു. ഉത്കർഷത്തിന് വേണ്ടിയിട്ട് മനുഷ്യനോട് യത്നം ചെയ്യാൻ പറയുന്നു. നമ്മളെല്ലാവരും ആ ഒരു കാര്യം കേട്ട് അതിനുവേണ്ടി യത്നം ചെയ്യുന്നവരാ. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ, ഒരു ലെവലിലല്ലെങ്കിൽ വേറൊരു ലെവലിൽ, ചെറിയ തോതിലല്ലെങ്കിൽ വലിയ തോതിലല്ലെങ്കിൽ ചെറിയ തോതിൽ ചെയ്യുന്നവരാ. പക്ഷേ അതേ വേദം പറയുന്നു, ഉത്കർഷത്തെക്കാൾ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഉത്കർഷമല്ല. മനുഷ്യ ജീവിതത്തിന്റെ പരമലക്ഷ്യം ഉത്കർഷാദപി, ഈ ഉത്കർഷത്തെക്കാൾ കൂടുതൽ വേദം സ്തുതിക്കുന്നത്, പുകഴ്ത്തുന്നത് മോക്ഷസ്യ, മോക്ഷത്തിന്റെ വിഷയത്തിലാണ് വേദം അവിടെ പറയുന്നത്. മോക്ഷത്തിന്റെ വിഷയമാണ് പറയുന്നത്, അല്ലേ? ഇനി ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഞാൻ കൽപ്പിക്കാം. സമുത്കർഷ നിശ്രേയസസ്യൈകമുഗ്രം. ഒരു പ്രാർത്ഥനയുടെ ഒരു വരിയ. ആ പ്രാർത്ഥനയിൽ ആദ്യം പറഞ്ഞത് സമുത്കർഷം, രണ്ടാമത് പറഞ്ഞത് നിശ്രേയസം. ചില്ലറ കാര്യമൊന്നുമില്ല. ഇത് വിഭാവനം ചെയ്തവരെ സമ്മതിക്കണം. അവരുടെ ശാസ്ത്ര വിഷയമായിട്ടുള്ള അവഗാഹം എന്ന് പറയുന്നത് വളരെ അസൂയാവഹമായിട്ടുള്ളതാണ്. കണാദനിലേക്ക് വരാം. കണാദന്റെ ശാസ്ത്രം പദാർത്ഥധർമ്മത്തെ പ്രതിപാദിക്കുന്നതാണ്. ആ പദാർത്ഥധർമ്മത്തെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള വൈശേഷികം എന്ന് പറയുന്നതായിട്ടുള്ള ദർശനശാസ്ത്രത്തിൽ സാഖ്യകാരൻ ഇവിടെ അഞ്ചാമത് പറഞ്ഞ സൂത്രം, ആ സൂത്രത്തെ വൈശേഷികം ഒന്ന് വിശദമാക്കുന്നുണ്ട്. യഥോ അഭ്യുദയ നിശ്രേയസ സിദ്ധി സധർമ്മ എന്ന്. യതഃ അഭ്യുദയ നിശ്രേയസ സിദ്ധി സധർമ്മ. നമ്മൾ ധർമ്മം എന്ന് പറയുന്നതായിട്ടുള്ള ആ ധാരണാത് ധർമ്മ ഇത്യാഹു പറഞ്ഞിട്ടില്ലേ? ധർമ്മത്തെ നമ്മൾ ധാരണം ചെയ്യുക. നമ്മൾ ഏറ്റെടുക്കുക.
ധാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റെടുക്കുക, അതിനെ ഉപേക്ഷിക്കാതിരിക്കുക. അതുകൊണ്ട് എന്തുണ്ടാവും? ധർമ്മം കൊണ്ട് അഭ്യുദയം. അഭ്യുദയം നമ്മുടെ ജീവിതത്തില് പുതിയ പുതിയ സുഖ സൗകര്യങ്ങൾ ഉടലെടുക്കും. ധർമ്മത്തെ ആചരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നുവരെ കാണാത്തതായിട്ടുള്ള സുഖോത്പത്തി ഉണ്ടാവും, സുഖ സൗകര്യങ്ങൾ ആവിർഭവിക്കും. ചെറിയ യത്നം കൊണ്ട് വലിയ കാര്യങ്ങളെ സാധ്യമാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ടെക്നോളജി വികസിക്കും. അതിനെവിടെ കൊള്ളിച്ചുള്ളത്? അഭ്യുദയം. ഈ അഭ്യുദയത്തെയാണ് ആ പ്രാർത്ഥനയില് സമുത്കർഷം എന്ന് പറഞ്ഞിട്ടുള്ളത്. എവിടെ? സാഖ്യന്റെ 5-ാമത്തെ സൂത്രത്തില് സമുത്കർഷം. ആ സമുത്കർഷ ശബ്ദത്തെ ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നുണ്ട്. ആ പ്രാർത്ഥന അതിനെ ഉൾക്കൊണ്ടു എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നില്ല. പറഞ്ഞു നിശ്രേയസം. സമുത്കർഷം മാത്രം പോരാ, അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ വിടണം. ഇതിനെ, ഈ സമ്പാദിച്ചതിനെ എല്ലാത്തിനെയും നമ്മൾ വിടും. കാരണം നമ്മൾ കയറി പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും വിടണ്ടേ? അതുകൊണ്ടാണ് വിവാഹവേദിയില് വധുവിന്റെ കരം പിടിക്കും, പാണിഗ്രഹണം. ഗൃഭ്ണാമിതേ സൗഭഗത്വായ ഹസ്തം എന്ന് പറഞ്ഞുകൊണ്ട്. കുറച്ച് കഴിയുമ്പോഴോ, കുറെ കഴിയുമ്പോ നമ്മൾ അവിടുന്ന് പടിയിറങ്ങും. എപ്പോഴാ പടിയിറങ്ങാം? നമ്മുടെ ഉത്തരാധികാരിയെ നമ്മുടെ സ്ഥാനത്ത് വാഴിച്ച ശേഷം നമ്മൾ പടിയിറങ്ങും. വാനപ്രസ്ഥം. എപ്പോഴാണോ നമ്മൾ വാനപ്രസ്ഥം സ്വീകരിക്കുന്നത്, അവിടെ വരെയാണ് ഉത്കർഷം. വാനപ്രസ്ഥത്തിനാണ് സ്വീകരിക്കുന്നത് നിശ്രേയസത്തിലേക്ക് പോവാൻ, പരമമായിട്ടുള്ള മുക്തിയിലേക്ക് പോവാൻ. ഇപ്പൊ 2 ഘട്ടായില്ലേ? ഈ 2 ഘട്ടങ്ങളും സാധാരണ ജനങ്ങളുടെ നിലവാരത്തിന് മുകളിലാണ്. സാധാരണ ജനങ്ങൾ സംസ്കാരവാന്മാരല്ല, അവർക്ക് സംസ്കാരം സിദ്ധിച്ചിട്ടില്ല. സംസ്കാരം സിദ്ധിച്ചവരാണ് ദ്വിജന്മാർ എന്നറിയപ്പെടുന്ന വിശേഷ സമൂഹം. ആ ദ്വിജന്മാരാണ് പാണിഗ്രഹണം ചെയ്യുന്നത്. ആ ദ്വിജന്മാർ തന്നെയാണ് കുറെ കഴിയുമ്പോ ഉത്തര തലമുറയെ വാഴിച്ച ശേഷം പടിയിറങ്ങുന്നത്. അവർ അത് പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല, പിടിച്ചുകൊണ്ടല്ല മരിക്കുന്നത്. സാധാരണക്കാര് കൈയും പിടിക്കും, അവസാനം എന്താവും? മരിക്കുന്ന സമയത്തും കൈ പിടിക്കും. കൈ പിടിച്ചോണ്ടാ മരിക്കുക. അവരാരാ? അവർ വാസ്തവത്തിൽ ഈ സമൂഹത്തിൻ്റെതായിട്ടുള്ള വ്യൂഹത്തിലേക്ക് കടന്നിട്ട് അതിൽ നിന്ന് പുറത്തു കടക്കാൻ വയ്യാത്തവരാ. എന്തുകൊണ്ടാ പുറത്തു കടക്കാൻ വയ്യാത്തത്? കാരണം അവർ സംസ്കാരവാന്മാരല്ല. അതിനുള്ളതായ വിദ്യാഭ്യാസം അവർക്കില്ല, അതിനുള്ളതായ ട്രെയിനിങ് അവർക്ക് കൊടുത്തിട്ടില്ല, അതിനുള്ളതായിട്ടുള്ള ആ ഒരു പ്രൊബേഷണറി പീരീഡ് അവർക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ പുസ്തകത്തിലൂടെ വായിച്ചു ഗ്രഹിച്ചതല്ല പറഞ്ഞിരിക്കുന്നതിന്റെ ഗഹനത.
പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുള്ളത് നമ്മൾ വായിക്കുന്ന അത്രയുമല്ല. അതിന്റെ ആശയം വളരെ ഗഹനമാണ്. ആ ഗഹനമായ വിഷയത്തെയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്, കണ്ടറിയേണ്ടത്, എന്നിട്ടോ ഉൾക്കൊള്ളേണ്ടത്. അപ്പൊ ഒരിടത്ത് സംഖ്യകാരൻ പറയുമ്പോ അത് നമുക്ക് അവിടെ മനസ്സിലായില്ലെങ്കിൽ മറ്റൊരു ദർശനത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ഇതിന്റെ ബാക്കി പത്രം അവിടെ ഉണ്ട്. അതും മനസ്സിലായില്ലെങ്കിൽ അതിന്റെ ബാക്കി പത്രം വേറൊരിടത്ത് കിടക്കണ്ടാവും. എങ്ങനെ? ഒരു ചിത്രത്തെ നമ്മൾ 10-18 കീറി, ഒറ്റ ചിത്രം, ഒരു വളയ വട്ടാന്ന് വെക്കാം, 18 കീറിയിട്ട് വെതറിട്ടു. എന്നിട്ട് പറഞ്ഞു ആ കടലാസിന്റെ തുണ്ടുകൾ എടുത്തിട്ട് ആ വൃത്തം യോജിപ്പിക്കാൻ പറഞ്ഞു. അതുപോലെയാ. അത് നാസ്തിക ദർശനമായാലും കൊള്ളാം, ആസ്തിക ദർശനമായാലും കൊള്ളാം, പൗരസ്ത്യ ദർശനമായാലും കൊള്ളാം, പാശ്ചാത്യ ദർശനമായാലും കൊള്ളാം. ഇതെല്ലാം പരസ്പര പൂരകങ്ങളാണ്. നമ്മുടെ അന്വേഷണ ബുദ്ധി സമയാനുസാരം ഇവയിലേക്ക് എല്ലാത്തിലേക്കും എത്തിയാലാണ് നമുക്ക് കാര്യങ്ങൾ പിടികിട്ടാൻ തുടങ്ങുക. ഇന്നത്തത് ഇത്രയും സമയം മതി. നമസ്കാരം. അപ്പൊ എല്ലാവർക്കും പുതുവർഷത്തിന്റെ ശുഭാശംസകൾ. അധ്യയനം മാത്രമല്ല, അതിന്റെ അനുസന്ധാനവും അതിന്റെ പ്രായോഗിക വിജ്ഞാനവും കൂടി നമുക്ക് കൈവരിക്കണം. അപ്പൊ അതിനുള്ളതായിട്ടുള്ള ഒരു വർഷമായിട്ട് നമുക്ക് വേണമെങ്കിൽ, എന്റെ വിഷയം ഞാനിവിടെ വരുന്നത് ദർശനശാസ്ത്രമാണ്. അപ്പൊ ആ ദർശനശാസ്ത്രത്തിന്റെ വിഷയത്തിൽ നമുക്ക് കുറച്ചും കൂടി മേൽക്കൈ കിട്ടുന്ന രീതിയിലേക്ക് ഇതിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്ന ചോദിക്കാനുണ്ടോ? ഇല്ല. ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം.